ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ് PP, പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സിമ്പിൾ പാസ്റ്റ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് V2. എന്നാൽ ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ തേർഡ് ഫോമാണ് ഹാർഡ് പ്ലസ് V3. ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയുമ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റിൽ നിന്നും, അതായത് കഴിഞ്ഞു പോയ സംഭവത്തിൽ നിന്നും അതിനു മുമ്പ് കഴിഞ്ഞു പോയ സംഭവത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ കഴിഞ്ഞു പോയൊരു സംഭവം സൂചിപ്പിക്കും, ഒരു പാസ്റ്റ് ടെൻസ് സൂചിപ്പിക്കും, അതായത് V2 ഉപയോഗിച്ചുള്ള ഒരു ടെൻസ് കാര്യം നമ്മൾ സൂചിപ്പിക്കും, ആക്ഷൻ സൂചിപ്പിക്കും. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ എന്താണ്, അതിനു മുമ്പ് നടന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയുള്ള ടെൻസിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്താണ്, നടന്നു പോയ സംഭവം, അതിനുശേഷം നടന്നു പോയ സംഭവം ഉണ്ടെങ്കിൽ അതിന് ശേഷം വരും. അപ്പോൾ വൺ ആഫ്റ്റർ അനദർ, അപ്പോൾ ഒന്നിന് ശേഷം മറ്റൊന്ന്, അങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിൽ ആക്ഷൻസ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം നടന്നു, അതിനുശേഷം മറ്റൊരു കാര്യം നടന്നു, അതിനുശേഷം മൂന്നാമത് കാര്യം നടന്നുവെങ്കിൽ അത് നമ്മളെന്താണ്, അതെല്ലാം നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ച് V2 ഉപയോഗിച്ച് നമ്മൾ സിമ്പിൾ പാസ്റ്റിലെല്ലാം എഴുതും. നേരെ മറിച്ച് പാസ്റ്റ് പെർഫെക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പാസ്റ്റിൽ അത് V2 ഉപയോഗിച്ചൊരു കാര്യം പറഞ്ഞിട്ട് അതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഹാർഡ് പ്ലസ് V3 ഉപയോഗിച്ച് എത്തും. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഈ സെൻറ്റൻസ് നോക്കുക. ആദ്യം നമുക്ക് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കാം. ഹി കെയിം ഇൻ, അകത്തേക്ക്. ഹി കെയിം ഇൻ, കം വരിക, കെയിം വന്നു. ഹി കെയിം ഇൻ, അകത്തേക്ക് വന്നു. ആൻഡ് എന്നിട്ട് സാറ്റ് ഇൻ എ ചെയർ, എന്നിട്ട് എന്താണ്, സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു. ആൻഡ് സാറ്റ് ഇൻ എ ചെയർ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നമുക്കറിയാം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് V2 ആണ്. ഹി കെയിം ഇൻ, അകത്തേക്ക് വന്നു. ആൻഡ് സാറ്റ് ഇൻ എ ചെയർ. നേരെ മറിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം ആദ്യം സിമ്പിൾ പാസ്റ്റ് പറയുകയാണ്. ഷീ ടോൾഡ് മി ഹിസ് നെയിം, അവൻ്റെ പേരെന്താണ്, അവൾ എന്നോട് പറഞ്ഞു. ഇവിടെ ടോൾഡ് V2, ടെൽ, ടോൾഡ്. ഷീ ടോൾഡ് മി ഹിസ് നെയിം, പേര് പറഞ്ഞു. ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ്, അവൻ പോയതിന് ശേഷം. കറക്റ്റ് മലയാളം പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നതിന് ശേഷം. ഹാഡെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ. ഹാവ്, ഹാസ് ഉണ്ട്. ഹാവ്, ഹാസിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ V3 ചേർക്കണമെന്നാണ് ആ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹാഡ് എന്താണ്, ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ വെർബിൻ്റെ V3 ചേർക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ ഷീ ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ്, അവൻ പോയിട്ടുണ്ടായിരുന്നതിന് ശേഷമാണ് അവൾ എന്നോട് അവൻ്റെ പേര് പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്ന കാര്യം തൊട്ട് മുമ്പ് നടന്നതാവണമെന്നില്ല. കുറച്ച് സമയത്തിന് മുമ്പേ നടന്ന സംഭവമാണ് നമ്മളതിലേക്ക് എത്തുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ആക്ഷൻ കഴിഞ്ഞ് അതിനുശേഷം മറ്റൊരു ആക്ഷൻ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കും, കുറച്ച് മുമ്പേ കഴിഞ്ഞ കാര്യമായിരിക്കും നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷീ ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ്. ഇത് നമുക്ക് തിരിച്ച് ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ് ആദ്യമായിട്ടും പറയാം. ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ് ഷീ ടോൾഡ് മീ ഹിസ് നെയിം. സെൻറ്റൻസിന് മീനിങ്ങിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ ആദ്യമായിട്ട് പറയാം, ആഫ്റ്റർ സെക്കൻഡ് ഇവിടെ ഇട്ട് നമുക്ക് പറയാം. ഷീ ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ്, അവൻ പോയിട്ടുണ്ടായിരുന്നതിന് ശേഷം അവൻ ആ പരിസരത്തു നിന്ന് പോയി. അതായത് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കില്ല എന്നുള്ള രീതിയിൽ എന്താണ്, ദൂരേട്ട് പോയി. അതിപ്പോൾ പോയിട്ട് കുറേ നേരമായി. ലെഫ്റ്റ്, ആഫ്റ്റർ ഹീ ഹാഡ് ലെഫ്റ്റ് ഷീ ടോൾഡ് മീ ഹിസ് നെയിം. ഇനി ഈ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞാണല്ലോ. ഇനി നോക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വേറെ ഒരു സെൻറ്റൻസ്. ഹീ താങ്ക്ഡ് മീ, താങ്ക് നന്ദി പറയുക. അതിൻ്റെ V2 ED ചേർത്ത് താങ്ക്ഡ്. ഹി താങ്ക്ഡ് മീ, എന്നോട് എന്താണ്, നന്ദി പറഞ്ഞു. ഫോർ, എന്തിനു വേണ്ടിയാണോ. വാട്ട് ഐ ഹാഡ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ ഹാഡ് ഡൺ, ഞാൻ എന്താണോ അവന് വേണ്ടി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെന്താണ്, അവൻ എന്നോട് നന്ദി പറഞ്ഞു.
ഇവിടെ നമ്മൾ എന്താണ് ഹി താങ്ക്ഡ് മീ ഫോർ വാട്ട് ഐ ഡിഡ് എന്നും പറയാം. പക്ഷേ അവിടെ എന്താണ് ആദ്യം ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം എന്താണ് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ അധികം താമസമൊന്നുമില്ലാതെ എന്താണ് അവൻ എന്നോട് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെയും നമുക്ക് എഴുതാം. പക്ഷേ അത് സിമ്പിൾ പാസ്റ്റ് എഴുതുമ്പോൾ എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞല്ലോ കുറേ മുമ്പ് ചെയ്തു പോയൊരു കാര്യമാണ്. അപ്പോൾ ആ മുമ്പ് ചെയ്തു പോയ കാര്യം എന്നുള്ള രീതിയിലേക്ക് എന്താണ് സിമ്പിൾ പാസ്റ്റ് എഴുതിയാൽ വരില്ല. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഹി താങ്ക്ഡ് മീ ഫോർ വാട്ട് ഐ ഹാഡ് ഡൺ. ഞാൻ എന്താണോ മുമ്പ് അവന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് അവൻ എന്നോട് നന്ദി പറഞ്ഞു. ഇവിടെ നോക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹി താങ്ക്ഡ് മീ, ഞാൻ അവന് എന്തെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അവന് നൽകി. അപ്പോൾ എന്താണ് ഹി താങ്ക്ഡ് മീ, എന്നോട് നന്ദി പറഞ്ഞു. ആൻഡ് ലെഫ്റ്റ് എന്നിട്ട് എന്താണ് അവിടെ നിന്ന് പോയി. അപ്പോൾ ലീവ് ലെഫ്റ്റ് ലീവ് എന്ന് വെച്ചാൽ സ്ഥലത്ത് നിന്ന് പോവുക, സ്ഥലം വിട്ടു പോവുക, ലെഫ്റ്റ് സ്ഥലം വിട്ടു. ആൻഡ് ലെഫ്റ്റ് ഇവിടെ V2 ആണ്. ഹി താങ്ക്ഡ് മീ ആൻഡ് ലെഫ്റ്റ്. അവൻ നന്ദി പറഞ്ഞു എന്നിട്ട് എന്താണ് അവിടെ നിന്ന് പോയി. അപ്പോൾ നന്ദി പറയുക എന്നുള്ളത് ആക്ഷൻ ആദ്യം നടന്നു, അതിനുശേഷം തുടർന്ന് എന്താണ് ലെഫ്റ്റ് അവിടെ നിന്ന് പോയി. ഇവിടെ നമ്മളെന്താണ് ഹി കെയിം ഇൻ, അകത്തേക്ക് വന്നു. ആൻഡ് സാറ്റ് ഇൻ എ ചെയർ, ഒരു ചെയറിലിരുന്നു എന്ന് പറഞ്ഞ പോലെ എന്താണ് ഹി താങ്ക്ഡ് മീ, എന്നോട് നന്ദി പറഞ്ഞു. ആൻഡ് ലെഫ്റ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സെൻറ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 2-3 സെൻറ്റൻസ് കൂടി എഴുതി ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ സെൻറ്റൻസ് നോക്കുക. ഐ വാസ് സോറി, എനിക്ക് വിഷമമുണ്ടായിരുന്നു. ദാറ്റ് എന്താണെന്ന് വെച്ചാൽ ഐ ഹാഡ് ഹേർട്ട് ഹിം. ഹേർട്ട് എന്ന് വെച്ചാൽ വേദനിപ്പിക്കുക. ഐ ഹാഡ് ഹേർട്ട് ഹിം, ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ കാര്യം ഓർത്തിട്ട് എന്താണ്, മുമ്പെന്ന് വെച്ചാൽ അത് ഒരുപാട് മുമ്പാവണമെന്നില്ല, കുറച്ച് മുമ്പ് ആവാം. അത് ഓർത്തിട്ട് എന്താണ് ഐ വാസ് സോറി, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ചു. ഇനി സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഐ ഹേർട്ട് ഹിം, ഞാൻ എന്നെ വേദനിപ്പിച്ചു. ആൻഡ് ഐ വാസ് സോറി, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അതായത് ഈ വേദനിപ്പിച്ചിട്ട് എന്താണ് ഏകദേശം അപ്പോൾ തന്നെ എന്താണ് ഐ വാസ് സോറി, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് വരുന്നത്. അതായത് ഇവിടെ ഒരു ടൈമിൻ്റെ ഒരു ഗ്യാപ്പ് അധികം വരുന്നില്ല ഇങ്ങനെ സെൻറ്റൻസ് പറയുമ്പോൾ. അതായത് ഒരു ആക്ഷൻ കഴിഞ്ഞു, അതിന് ശേഷം എന്താണ് മറ്റൊരു ആക്ഷൻ സംഭവിച്ചു. ഇവിടെ എന്താണ് നമ്മളൊരു ആക്ഷൻ നമ്മൾ പറയുന്നു, അതിന് മുമ്പ് നടന്ന ഒരു ആക്ഷനായിട്ടത് ബന്ധിപ്പിക്കുന്നു. അതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ കണ്ടത്. ഇവിടെ നോക്കുക. ആഫ്റ്റർ ദേ ഹാഡ് ഗോൺ, അവർ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐ സാറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റഡ്. ഇവിടെ റെസ്റ്റിൻ്റെ സെക്കൻഡ് ഫോം റെസ്റ്റഡ്. ഇവിടെ V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റിൽ. അതറിയാമെന്ന് കരുതുന്നു. ആഫ്റ്റർ ദേ ഹാഡ് ഗോൺ, അവർ പോയതിനു ശേഷം എന്താണ് ഐ സാറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റഡ്. അപ്പോൾ അവർ പോയി, അപ്പോൾ ആ ബിസി അറ്റ്മോസ്ഫിയറൊക്കെ എന്താണ് മാറിക്കിട്ടി, ഞാൻ റിലാക്സ്ഡ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതായത് ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ എന്താണ് തിരിച്ചു വന്നു. അതിനുശേഷം എന്താണ് ഐ സാറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റഡ്. അപ്പോൾ ഈ പോയതിന് ശേഷം എന്താണ് കുറച്ച് ടൈം ഗ്യാപ്പ് അവിടെ വന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്കിവിടെ എടുക്കാം. ഇവിടെ നോക്കുക. ദേ ലെഫ്റ്റ്, അവർ പോയി. അതിനുശേഷം ഐ സാറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റഡ്. അപ്പോൾ ഇത് പോയതിന് ശേഷം എന്താണ് അധികം സമയമൊന്നും എടുത്തില്ല, അപ്പോൾ തന്നെ എന്താണ് ഞാനിരുന്നു, അതിനുശേഷം എന്താണ് ഞാൻ റെസ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ്ങിലേക്ക് ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് എത്തുന്നു. നമുക്ക് 2 സെൻറ്റൻസ് കൂടി നമുക്ക് എഴുതാം. ഈ സെൻറ്റൻസ് നോക്കുക. വെൻ വി അറൈവ്ഡ്, അറൈവ് എത്തിച്ചേരുക. വി അറൈവ്ഡ് ഞങ്ങൾ എത്തിച്ചേർന്നു. വെൻ വി അറൈവ്ഡ് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ആ സമയത്ത് എന്താണ് ദ ഡിന്നർ ഹാഡ് ഓൾറെഡി ബിഗൺ. ഡിന്നർ എന്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗൻ നമ്മൾ ഹാഡിന് കൂടെ വെർബിൻ്റെ V3 ഉപയോഗിച്ച് അത് പറഞ്ഞു. കാരണം ഡിന്നർ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അതേസമയം സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞ സെൻറ്റൻസ് നോക്കുക. വി അറൈവ്ഡ് ആൻഡ് ദ ഡിന്നർ ബിഗാൻ. വെർബിൻ്റെ V2 സെക്കൻഡ് പാസ്റ്റ് ടെൻസ്. ഞങ്ങൾ എത്തിച്ചേർന്നു, ഡിന്നർ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എത്തിച്ചേരാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഡിന്നർ തുടങ്ങാൻ എന്നുള്ള മീനിങ്ങിലേക്ക് ഈ സെൻറ്റൻസ് നമ്മളെത്തിക്കുന്നു. ഇത് നോക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഡൈഡ്, മരിക്കുക, ഡൈഡ് മരിച്ചു. ആഫ്റ്റർ ശേഷം. ഹി ഹാഡ് ബീൻ ഇൽ, സുഖമില്ലായിരുന്നു. ഒരാൾ ഇല്ലാണെന്ന് പറഞ്ഞാൽ എന്താണ് അയാൾക്ക് സുഖമില്ല എന്നാണ്.
അപ്പോൾ ഹി ഈസ് ഇൽ എന്ന് പറഞ്ഞാൽ അവന് സുഖമില്ല. ഷീ ഈസ് ഇൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് സുഖമില്ല. ഐ ആം ഇൽ എനിക്ക് സുഖമില്ല. അപ്പോൾ പാസ്റ്റ് പറയുമ്പോൾ എന്താണ്? ഹി ഷീയൊക്കെ ആണെങ്കിൽ വാസ് ചേർത്ത് പറയും. ഹി വാസ് ഇൽ, അവന് സുഖമില്ലായിരുന്നു. ഷീ വാസ് ഇൽ, ഐ വാസ് ഇൽ. ദേ, പിന്നെ എന്താണ്? സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ എന്താണ്? ദേ, യു, വി ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ പോയി കേട്ടോ വാസിന് പകരം. വി വേർ ഇൽ, ദേ വേർ ഇൽ, യു വേർ ഇൽ. അപ്പോൾ ആ ഈസ, ആമ്, ആറ് അതിൻ്റെ പാസ്റ്റാണ് വാസ് വേർ. ഈ വാസ് വേറിൻ്റെ പാസ്റ്റാണെന്ത്? വാസ് വേറിൻ്റെയും ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നിവയുടെയും പാസ്റ്റാണ് ഹാഡ് ബീൻ. അപ്പോൾ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ എന്താണ്? പാസ്റ്റായിട്ടുള്ള വാസും വേറും പറഞ്ഞാൽ പോരല്ലോ. അതായത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണല്ലോ. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഈസാമാൻ്റെ സെക്കൻഡ് ഫോം വാസ് വേറാണല്ലോ. അത് ഉപയോഗിച്ചാൽ പോരല്ലോ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ. അതിൻ്റെ പാസ്റ്റായ ഹാഡ് ബീൻ ഉപയോഗിക്കണം. ഹി ഡൈഡ് ആഫ്റ്റർ ഹി ഹാഡ് ബീൻ ഇൽ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം എന്താണ്? സുഖമില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നതിന് ശേഷം എന്താണ്? ഹി ഡൈഡ്, അദ്ദേഹം മരിച്ചു. ഈ സെൻറ്റൻസ് നോക്കുക, സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത് വളരെ ഫ്ലാറ്റായിട്ട്. അതായത് ആദ്യം ഒരു സംഭവം നടക്കുന്നു, അതിനുശേഷം മറ്റൊന്ന് നടക്കുന്നു, ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട്. ഹി വാസ് ഇൽ, അവൻ സുഖമില്ലായിരുന്നു. ആൻഡ് ഹി ഡൈഡ്, അദ്ദേഹം മരിച്ചുപോയി. വളരെ ഫ്ലാറ്റായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഇതിപ്പോൾ എഴുതിയിരിക്കുന്നതെല്ലാം എന്താണ്? ഓരോ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റും കൊടുത്തു. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് മാത്രം നമുക്ക് കുറേ സെൻറ്റൻസ് നമുക്ക് എഴുതി നോക്കാം. സെൻറ്റൻസ് നോക്കുക. ഹി ടുക്ക് ദ മണി, അവൻ പണം സ്വീകരിച്ചു. ടേക്ക്, എടുക്കുക, സ്വീകരിക്കുക. ഹി ടുക്ക് ദ മണി, അവൻ പണം സ്വീകരിച്ചു. ആ പണം സ്വീകരിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ആസ്ക്ഡ് ഹിം, ആസ്ക് ചോദിക്കാതെ മാത്രമല്ല ആവശ്യപ്പെടുക, ക്ഷണിക്കുക, ഇതൊക്കെ ആസ്കിൽ വരും. ആഫ്റ്റർ ഐ ഹാഡ് ആസ്ക്ഡ് ഹിം, അവനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് ടു ഡു സോ, ടു ഡു ചെയ്യുവാൻ, ടു ഡു സോ അങ്ങനെ ചെയ്യുവാൻ, നോട്ട് ടു ഡു സോ അങ്ങനെ ചെയ്യാതിരിക്കുവാൻ. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട എന്ന് അവനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും അതിനുശേഷവും എന്താണ്? ഹി ടുക്ക് ദ മണി, അവൻ ആ പണം സ്വീകരിച്ചു. മൈ ഫ്രണ്ട് ഹാഡ് നോട്ട് സീൻ മീ ഫോർ മെനി ഇയേഴ്സ്. വർഷങ്ങളായിട്ട് എന്താണ്? ഒരുപാട് വർഷങ്ങളായിട്ട് മൈ ഫ്രണ്ട് ഹാഡ് നോട്ട് സീൻ മീ, എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെൻ ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടിയപ്പോഴെന്താണ്? ഇവിടെ മെറ്റ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വെൻ ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ. അതിന് മുമ്പ് എന്താണ്? മൈ ഫ്രണ്ട് ഹാഡ് നോട്ട് സീൻ മീ, എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫോർ മെനി ഇയേഴ്സ്. ഇത് നമുക്ക് വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് ഹി ഹാഡ് നോട്ട് സീൻ മീ ഫോർ മെനി ഇയേഴ്സ് അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് എഴുതാം. ആഫ്റ്റർ യു ഹാഡ് ഗോൺ, നീ പോയതിന് ശേഷം. കറക്റ്റ് മലയാളം പറഞ്ഞാൽ നീ പോയിട്ടുണ്ടായിരുന്നു. അല്പം സമയം എന്താണ്? അതിനുശേഷം അവിടെ ഉണ്ടായി, ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടി. അതിനുശേഷം എന്താണ്? ഐ വെൻറ്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോയി. നേരെ മറിച്ച് എന്താണ്? ആഫ്റ്റർ യു വെൻറ്റ്, നീ പോയതിന് ശേഷം ഐ വെൻറ്റ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പോകാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു, അപ്പോൾ തന്നെ എന്താണ്? ഉറങ്ങാൻ പോയി എന്നുള്ള മീനിങ് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സെൻറ്റൻസ് നമ്മൾ ഇതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നമ്മൾ ആക്കണം. ആഫ്റ്റർ യു ഹാഡ് ഗോൺ, നീ പോയിട്ടുണ്ടായതിന് ശേഷം ഐ വെൻറ്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോയി. ആഫ്റ്റർ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്, ഹിയർ കേൾക്കുക, ഹിയർ ഹേഡ്. ആഫ്റ്റർ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്, ആ വാർത്ത കേട്ടതിന് ശേഷം എന്ത് ചെയ്തു? ഐ ഹറിഡ്, ഹറി മീൻസ് ധൃതി പിടിച്ച് ചെല്ലുക. ഐ ഹറിഡ് ടു സീ ഹിം, ഞാൻ അവനെ കാണാൻ വേഗം ഓടിച്ചെന്നു. ആഫ്റ്റർ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്, ആ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം. അപ്പോൾ ഇവിടെയും എന്താണ്? ആഫ്റ്റർ ഐ ഹേർഡ് ദ ന്യൂസ്, അതായത് ഹാർഡിന് പകരം നമ്മൾ വെറും വീറ്റ് ഉപയോഗിച്ചു. ആഫ്റ്റർ ഐ ഹേർഡ് ദ ന്യൂസ്, ഞാൻ വാർത്ത കേട്ടതിന് ശേഷം ഐ ഹറിഡ് ടു സീ ഹിം. അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടൈം ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേട്ട ഉടനെ തന്നെ എന്താണ്? ഓടിച്ചെന്ന് എന്നുള്ള മീനിങ്ങിലേക്ക് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എഴുതുമ്പോൾ വരും. നേരെ മറിച്ച് പാസ്റ്റ് പെർഫെക്റ്റിലാവുമ്പോൾ എന്താണ്? ഒരാക്ഷൻ എന്താണ്? സിമ്പിൾ പാസ്റ്റിന് മുമ്പ് ഒരാക്ഷന് മുമ്പ് മറ്റൊരു ആക്ഷൻ എന്താണ്?
അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് ചെറിയൊരു ടൈം ഡ്യൂറേഷനൊക്കെ എന്താണ് അവിടെ ഉണ്ടായി കാണും. അതിനുശേഷം നമ്മൾ എന്താണ് സെക്കൻഡ് ആക്ഷൻ ചെയ്തു എന്നാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും അതിനോടൊപ്പം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്. അപ്പോൾ അത് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലെസനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.